ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉപയോഗപ്രദമായ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ച പപ്പായയാണ് കേട്ടോ. ഇതിന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഏകദേശം 1.5 കപ്പോളം ഉണ്ട് കേട്ടോ ഇത്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് പപ്പായ ഏകദേശം വെന്ത് ഒരു ട്രാൻസ്പാരന്റ് ആയ പോലെ ഉണ്ടാവും. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് 10 മിനിറ്റ് കൂടെ ഈ ചൂടുള്ള വെള്ളത്തിൽ ഈ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് വെക്കുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വെള്ളത്തിൽ നിന്ന് വാർത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇതിനായിട്ട് ഞാനിപ്പോ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്ത് മാറ്റിയ പപ്പായ കഷ്ണങ്ങൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഷുഗർ സിറപ്പിൽ വീണ്ടും ഒരു 5 മിനിറ്റോളം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഞാൻ 3 ബൗളിലേക്ക് ആക്കി മാറ്റുകയാണ്. കാരണം ഞാൻ 3 കളറിലാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് കരുതിയിരിക്കുന്നത്. അപ്പോൾ 3 എണ്ണം ആക്കി മാറ്റുകയാണ്. ഇനി നിങ്ങളൊക്കെ ഒറ്റ കളറിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3 എണ്ണം ആക്കി മാറ്റൊന്നും വേണ്ട, നേരിട്ട് അങ്ങ് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിപ്പോ ചുവപ്പ്, പച്ച, മഞ്ഞ അങ്ങനെ 3 കളറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് ഫുഡ് കളർ നന്നായിട്ട് പിടിച്ചു വരാനും വേണ്ടിയിട്ട് മിനിമം ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കുക കേട്ടോ. അരമണിക്കൂറിന് ശേഷം ടൂട്ടി ഫ്രൂട്ടിയിൽ എക്സസ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒക്കെ കളയാനും വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഓട്ടയുള്ള പാത്രത്തിൽ ഒന്ന് വാർത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വാർത്തെടുത്തതിന് ശേഷം ഒരു ഡിഷിലേക്ക് പരത്തി വെച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അതല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോ ഇങ്ങനെ കുറെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.